ഹലോ ഗായ്സ്, അങ്ങനെ ഫൈനലി ഞാനൊന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. എനിക്ക് നല്ല പേടിയുണ്ട്, നല്ല ടെൻഷനുണ്ട്. എന്താവും, ഫ്ലോപ്പ് ആവോ, റീച്ച് ആവും ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരും ബ്ലെസ്സിങ്സ് എനിക്കുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് വരുന്നത് സൈക്കോ ഫാമിലി എന്നാണ്. സൈക്കോയുടെ പിയും PSYCHO ക്യാപ്സ് ആണ്. എഫിലെ ഫാമിലിയുടെ F ക്യാപ്സ് ആണ്. വൈയും ക്യാപ്സ് ആണ്. @ ചിത്രാമനു 99 അടിച്ചാലും കിട്ടും. അപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. വേഗം പോയി ബെൽ ബട്ടനൊക്കെ അടിച്ച് നശിപ്പിച്ച് വെച്ചോളൂ. വേറെന്താ, ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏകാദശിയിൽ ഉണ്ട്. ഏകാദശി കഴിഞ്ഞെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഏകാദശിയുടെ തലേ ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടെ തിരക്കൊക്കെ ഒന്ന് കുറവായിരിക്കുമല്ലോ, പുണ്യനൊക്കെ ആയിട്ട് പോകേണ്ടതായിരുന്നു. അപ്പം ഞാൻ അന്നെടുത്ത് വെച്ച കുറച്ച് ഷോർട്സ് ഇരിക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്തിട്ടില്ല. അത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്നത്തെ തന്നെ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഏകാദശി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീഡിയോ ഇടണേന്ന് ചോദിക്കരുത്, വേറെ ഒന്നും കൊണ്ടല്ല. കൃഷ്ണനും ഞാനൊരു ചെറിയൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോ കൃഷ്ണൻ നടക്കുന്നതന്നെ ആവാം എന്നുള്ളത് ഞാൻ ആൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ ഏകാദശിയുടെ തന്നെയാണ് ഇടാൻ പോകുന്നത്. ബുധനാഴ്ചയായിരുന്നു, ഞാൻ ചൊവ്വാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന ദിവസം ഇന്ന് സൺഡേ ആയിട്ടുണ്ട്. കുറച്ച് ദിവസം സാറ്റില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ബുധനാഴ്ചയല്ല ചൊവ്വാഴ്ചയാണ് പോയിട്ടുണ്ടായിരുന്നത്. ബുധനാഴ്ച ഞാൻ ഏകാദശിയിലൊന്ന് വ്രതമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമ്മ വ്രതം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചൊവ്വാഴ്ച ഉണ്ണിക്കാണെങ്കിൽ ഉണ്ണിയാൾക്ക് അതൊക്കെ രസമല്ലേ അല്ലേ, കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്നെ ചേട്ടനാണ് വീട്ടിൽ കൊണ്ടുവിടാറും തിരിച്ചു കൊണ്ടുവരാറുള്ളത്. അപ്പോൾ എനിക്ക് ഇതിനൊക്കെ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ണീനെ ക്യാരി ബാഗിലാക്കിയിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ എനിക്ക് എവിടെയൊക്കെ പോകാമല്ലോ. അപ്പോൾ ഞാൻ ഉണ്ണീനെയും കൊണ്ട് കറങ്ങാൻ പോയി, അമ്മയും കൂടി പോയി. ഋതുവാണെങ്കിൽ ഒറ്റ ഷോപ്പ് വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് എല്ലാ ഷോപ്പിനും കിട്ടണം. ഈ യന്ത്രജ്ഞാലുണ്ടല്ലോ, ഈ സാധനത്തിൽ ഞാൻ ആകെ ഒരു വട്ടം ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. മുകളിലോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല, തിരിച്ചിറങ്ങി വരുമ്പോൾ വാള് വെക്കുകയാണോ വേണ്ട, എന്താ ചെയ്യണമെന്ന് അറിയാതൊരു സിറ്റുവേഷനാവും. അതിന് ശേഷം ഞാൻ കയറിയിട്ടില്ല. ഋതു കാണുന്നതിൽ മുഴുവൻ അത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കയറില്ല, ഞാൻ ആകെ കൂടി കയറിയത് മരണിക്കണമല്ലോ കേട്ടോ. അമ്മ വരുന്നില്ല, അമ്മയ്ക്ക് പേടിയാന്ന് പറഞ്ഞു. എന്നാൽ ശരി ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നാൽ ശരി ഞാനും വരാമെന്ന് പറഞ്ഞു. ഉണ്ണീനായിട്ട് കയറണതല്ല, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കയറണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ആളും വന്നു. ഞാൻ അമ്മേനെയും ഋതുവിനെയും എല്ലാം കെട്ടിപ്പിടിച്ച് കയറി. ഇതേ ഋതുവിനെ പേടിച്ചിരിക്കുന്നു, ഒരാളതേ പേടിച്ച് തൂണിയും ചാടി നിൽക്കുന്നുണ്ട്. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവർ കൈയും കാലും വിട്ട് എന്തൊക്കെയോ കാണിക്കുന്നത് പോലെ അറിയുന്നില്ല. കാല് മേലെ കയറ്റി വെച്ചിട്ട് വെക്കുന്നു, കൈ വിട്ടിട്ട് എന്തൊക്കെയോ സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. ഇതൊന്ന് കഴിഞ്ഞ് താഴെ ഇറങ്ങുന്നവരെ അമ്മ എയറിലായിരുന്നു കേട്ടോ. വണ്ടി എടുക്കാനായിട്ടാണ് ഞാൻ പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്പേസ് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നൊരു ചേട്ടൻ പോകുന്നത് കണ്ടപ്പോൾ ആളുടെ പിന്നാലെ വെച്ച് പിടിച്ച് അങ്ങനെ പോയി. പക്ഷെ കുറച്ചധികം പോകാനുണ്ടായിരുന്നു. വണ്ടി ഏരിയ ആയതുകൊണ്ട് തന്നെ സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ തിക്കിലും തിരക്കിലും വിട്ട് വരുന്ന സമയത്ത് അവർക്ക് വണ്ടി വരുന്ന അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വഴി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറേ ഫോൺ അടിച്ച് ശല്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മെനു ഋതുവിനും തിരക്കൊഞ്ഞൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ വന്നു. വണ്ടി എടുത്ത് അവരുടെ അടുത്ത് പോകാൻ നമുക്ക് ഗുരുവായിരുന്നു പാൽപ്പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൻ്റെ പാൽപ്പായസം എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ കയ്യിൽ പായസം കണ്ടപ്പോൾ അതാ നിൽക്കുന്ന ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി പായസം തരുമോ ചോദിച്ചപ്പോൾ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, കൊടുത്തു. ഋതു അറിഞ്ഞിട്ടില്ല. ഋതു അറിഞ്ഞാൽ അലമ്പാക്കോൾക്ക് അത്ര ഇഷ്ടമായിരുന്നു അത്. പക്ഷെ അവർക്കും വിശപ്പിട്ട് തന്നെയായിരുന്നു. നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഡെപ്പൊക്കെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. കബക്കെട്ടൊക്കെ ഇടേണ്ട മൂക്കടഞ്ഞ് കടേൻ്റെ സൗണ്ടിനൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഈ സാധനമല്ലേ ഈ സാധനം വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ ഐസ്ക്രീം മേക്കിലോട് കൂടി നമ്മുടെ ഏകാദശി പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മാംഗോ പാറാട്ട വാങ്ങിച്ചത് ഭയങ്കര പുള്ളിയായിരുന്നു, എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ പിടിച്ച് ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.